വന്നിരിക്കുന്ന ഒരു 18-ാം പടി കാണാൻ. നമ്മുടെ തൊട്ടടുത്ത് തന്നെയുള്ള 18-ാം പടി നിങ്ങളാരെങ്കിലും കണ്ടിട്ടുണ്ടോ? നമ്മുടെ ചെങ്ങന്നൂർക്കാർ കണ്ടിട്ടുണ്ടോ? എന്നാൽ പിന്നെ ഇന്ന് കാണാം. ഇത് നമ്മുടെ കുന്നേകാട് അമ്പലം, നമ്മുടെ കുന്നേകാട് ശാസ്താവിൻ്റെ അമ്പലമാണ്. അങ്ങനെ ഞങ്ങൾ കുന്നേകാട് അമ്പലത്തിൽ എത്തി. അങ്ങനെ കുന്നേകാട് കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് ഇടനാട്ടിൽ നിന്ന് പെട്ടെന്ന് അങ്ങോട്ട് കയറാം. അതുകൊണ്ട് നമ്മൾ ഇടനാടെന്ന് പറയുന്നത്. നമ്മൾ മംഗലത്തിൽ നിന്നാണെങ്കിലും പെട്ടെന്ന് അങ്ങോട്ട് കയറി ചെന്ന് കാണാൻ പറ്റുന്ന ഒരു അമ്പലം കൂടിയാണ്. അതുകൊണ്ട് എന്തായാലും തൊട്ടടുത്ത് കിടക്കുന്ന അമ്പലത്തിൻ്റെ ഒരു വീഡിയോ എടുക്കാനും അതേപോലെ 18-ാം പടി കാണാനും വേണ്ടിയിട്ടാണ് ഞങ്ങളിന്ന് വന്നത്. നമ്മളൊത്തിരി തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ നമ്മൾ ഒത്തിരി മിസ് ചെയ്യാറുണ്ട് അല്ലേ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് 18-ാം പടിയുടെ അടുത്താണ്. വേറെ എങ്ങുമല്ല, നമ്മുടെ ഇടനാട്ടിലെ ധർമ്മശാസ്താവിൻ്റെ അമ്പലത്തിലാണ്. അപ്പോൾ ഈ ക്ഷേത്രത്തിൽ ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഞാൻ ഇന്ന് കാണിച്ചു തരാം. നമ്മൾ ഇവിടുത്തെ 18-ാം പടിയാണ്. എല്ലാവരും ശബരിമലയൊക്കെ എല്ലാം ഫേമസ് ആണ്, എല്ലാവർക്കും അറിയാം. അതേപോലെ തന്നെ നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന ഇടനാട്ടിലും ഒരു ധർമ്മശാസ്താവിൻ്റെ അമ്പലമുണ്ട്. ആ അമ്പലത്തിൻ്റെ വാതിൽക്കൽ തന്നെയാണ് നിൽക്കുന്നത് 18-ാം. അപ്പോൾ നമ്മൾ പറഞ്ഞു പോകുന്നത് നമ്മുടെ 18-ാം പടി. നമ്മൾ 18-ാം പടിയിലോട്ട് നമ്മൾ കടക്കാൻ പോവുകയാണ്. നമുക്കിങ്ങനെ തൊട്ടടുത്ത് നിന്ന് 18-ാം പടി അടുത്ത് നിൽക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ പറ്റുന്ന ഒരു ക്ഷേത്രം കൂടിയാണ്. ഇപ്പം നമ്മുടെ അടുത്തുള്ള ആൾക്കാർക്കൊക്കെ അറിയാം, എങ്കിലും ഇനി അറിയാത്തവരുണ്ടെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് പത്തനംതിട്ടയുടെ കാര്യങ്ങൾ പറയണ്ടല്ലോ. പത്തനംതിട്ട പൊളിയാണ്, നമുക്കറിയാം. അപ്പോൾ അവിടെ തന്നെയുള്ള നമ്മുടെ 18-ാം പടിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇതത്ര പേർക്കറിയാം. ഈ ക്ഷേത്രത്തിൽ ആരെങ്കിലും വന്നിട്ടുണ്ടോ? അങ്ങനെ ഞങ്ങൾ 18-ാം പടി ഇങ്ങനെ നിൽക്കുകയാണ്. 18-ാം പടിയുടെ കാര്യങ്ങളൊക്കെ കണ്ട് ഓരോ കാഴ്ചകളും കണ്ട് കാറ്റുമൊക്കെ കൊണ്ട് ആ ഒരു ശാന്തതയിലാണ് ഞങ്ങളവിടെ നിൽക്കുന്നത്. എന്തായാലും ഞങ്ങൾക്കൊരു നല്ല അനുഭവം തന്നെയായിരുന്നു. നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന അമ്പലത്തിൽ നമുക്ക് ഇതേപോലെ വിശാലമായിട്ട് വന്ന് എടുക്കാനും അതേപോലെ 18-ാം പടിയുടെ വീഡിയോ ഒക്കെ എടുക്കാനും അതൊന്ന് ഫോട്ടോ എടുക്കാനും ഒക്കെ പറ്റുന്നൊരു അന്തരീക്ഷമുണ്ട് അവിടെ. അത് നല്ലൊരു കാര്യമുണ്ടോ. പക്ഷെ നമുക്ക് ആ റോഡിൽ നിന്ന് തന്നെ ഇത് കയറി വരുമ്പോൾ തന്നെ നല്ലൊരു രസമാണ്. ഇങ്ങനെ കറങ്ങി അത്യാവശ്യം പൊക്കത്തിലാണ് ഈ അമ്പലം ഇരിക്കുന്നത്. അങ്ങനെയുള്ള 18-ാം പടിയുടെ മേളിലൊക്കെ ഇരുന്ന് ഞങ്ങൾ ആ വീഡിയോ ഒക്കെ എടുത്തു. അതിനും അയ്യപ്പനെ തന്നെ എൻ്റെ ശാസ്താവിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങിയത്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ അവരൊരു ചെറിയ ഇത് വെച്ചിട്ടുണ്ട്, താമര. ഈ വെള്ളത്താമരയായി കേട്ടോ, നല്ലതായിട്ട് വിരിഞ്ഞ് നിൽക്കും. നല്ല രസമുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഈ മണി സത്യം പറഞ്ഞാൽ കയറി വരുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് ഇത്രയും 2 തൂണിനകത്ത് ഇത്രയും വലിയൊരു മണി നിൽക്കുന്നത്, അത് നല്ലൊരു വ്യൂ തന്നെ കേട്ടോ. എനിക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എന്തായാലും കൊള്ളാം. പിന്നെ ഇതിൻ്റെ ടോപ്പിലായി നിൽക്കുന്നതുകൊണ്ട് അതൊരു അടിപൊളിയാണ് കേട്ടോ. എന്ന് വെച്ചാൽ നമുക്ക് ഈ താഴത്തെ പ്രദേശങ്ങളൊക്കെ ഇവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റും നല്ലപോലെ. പിന്നെ നമുക്ക് 18-ാം പടി കൂടാതെ എല്ലാ ഒരു എൻട്രൻസും കൂടെ നമുക്ക് ഇവിടെ ഉണ്ട് കേട്ടോ, ആൾക്കാർക്ക് കയറി വരാനുള്ളത്. അത് പ്രത്യേകം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ശാസ്താവിൻ്റെ അമ്പലമല്ലേ, അതുകൊണ്ട് അവർ കൊടുത്തിരിക്കുന്നത്. എന്തായാലും ഇന്നത്തെ ദിവസം എന്തായാലും നല്ലതായിരുന്നില്ലേ. എന്തായാലും നമ്മൾ 18-ാം പടി കയറി, ഒത്തിരി ദൂരെയൊന്നും പോയില്ല. 18-ാം പടിയും കയറി ഇങ്ങനെ നിൽക്കുകയാണ് നമ്മൾ. എന്താല്ലേ, പക്ഷെ അത്യാവശ്യം പൊക്കത്തിലായി അമ്പലം ഇരിക്കുന്നത് തന്നെ.